ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മൾ പയ്യന്നൂർ പെരുമ്പയിൽ ഒരു പുതിയൊരു ഇഫ്താർ നോമ്പുതുറ വിഭവങ്ങളിലൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരാമ സ്ട്രീറ്റ് കാണാനാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയുണ്ട് വിഭവങ്ങളെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നിട്ടാണ്. അപ്പോൾ നോമ്പുതുറക്ക് സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെയുള്ള സ്നാക്സ് കടകളും മറ്റെല്ലാം തുടങ്ങലുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ പെരുമ്പപ്പുഴേൻ്റെ സൈഡിൽ തന്നെ വലിയ ടെൻ്റെല്ലാം കിട്ടി അടിപൊളിയായിട്ട് കുറേ ഫുഡ് സ്റ്റാളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കരാമ സ്ട്രീറ്റ് എന്നുള്ള അവരതിന് പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ലൈറ്റ് കൊണ്ടും മറ്റെല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഫുൾ ഡെക്കറേറ്റ് ആയിട്ടുള്ളത്. നല്ല സെറ്റിങ്സും എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സീറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. മറ്റേ നിലത്തെല്ലാം ഫുള്ള് നമ്മൾ ഡോർമാറ്റ് പോലെയെല്ലാം വിരിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റെല്ലാം ഫുള്ള് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ കുറച്ച് നേരത്തെയാണ് പോയിന്, അതുകൊണ്ട് സ്നാക്സ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കല്ലുമ്മക്കായ പൊരിച്ചത് ഉണ്ടായിനി, പിന്നെ കാടമുട്ട ഉണ്ടായിനി, പിന്നെ കാന്താരി കാടമുട്ട ഉണ്ടായിനി, പിന്നെ നമ്മൾ കട്ട്ലറ്റ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായിനി. ചായ ടീ ഷോപ്പ് വേറെ ഉണ്ട്, പിന്നെ അവൽ മിൽക്ക് ചെരണ്ടി ഐസ് ഐറ്റംസ് വേറെ ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, എല്ലാ തരം ജ്യൂസും കിട്ടുന്നതുണ്ട്. അപ്പോൾ നമ്മളൊരു അവൽ മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിന്. എനിക്ക് പൈസേൻ്റെ കാര്യത്തിൽ തോന്നുന്നു അത്ര റീസണബിൾ അല്ല, കുറച്ച് കൂടുതലാണ്. കാരണം ഈ അവൽ മിൽക്കിന് 80 രൂപ ഉണ്ടായിട്ടാ. അപ്പോൾ ചിലപ്പം ആ സ്റ്റോളിനെല്ലാം അവർക്ക് ഇത് കൊടുക്കേണ്ടതായിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഒരു ഐസിൻ്റെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഉണ്ടായിനി കേട്ടോ. പിന്നെ ഞാൻ ഇത് പൊട്ടറ്റോ സ്പ്രിങ് അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിനി. ഇത് മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ കുമ്മൂക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിനി. അത്ര ഹെൽത്തി എല്ലാം തോന്നുന്നു ഇങ്ങനെ പൊരിച്ചതെല്ലാം ആയതുകൊണ്ട്. പക്ഷേ ടേസ്റ്റ് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ അതിൻ്റെ മസാലയൊന്നും അത്ര വലിയ എരിവുമില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിന്. പിന്നെ അതിൽ കുറേ മയണൈസും വേറെ കുറേ കെച്ചപ്പെല്ലാം അതിൽ തന്നെ ക്രീമി കെച്ചപ്പെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഒരുപാട് ഉണ്ടായിന്. നെല്ലിക്ക, മാങ്ങ, കോണ്, നമ്മൾ കിട്ടുന്ന പേരക്ക, ക്യാരറ്റ്, കൈതച്ചക്ക എല്ലാം ഉണ്ടായിന് ഉപ്പിലിട്ടത്. അപ്പോൾ ഉപ്പിലിട്ടത് അങ്ങനെ ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് നമ്മളെ പാനിപ്പൂരി, ബേൽപൂരി, ദഹിപ്പൂരി, മസാലപ്പൂരി അതൊക്കെ ഉണ്ടായിന്. പിന്നെ കുറേ കച്ചുണ്ട്, കുറേ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലെല്ലാം കിട്ടുന്ന കുറേ അങ്ങനത്തെ ഉണ്ട്. ആ ഐറ്റംസ് ഫുള്ള് ഉണ്ടായിന്. പിന്നെ ഹൽവ ഐറ്റംസ് വേറെ ഉണ്ടായിന്. പിന്നെ ചിക്കൻ്റെ തന്നെ കുറേ ഉണ്ടായിട്ട് നമ്മൾ ഷവായ, ഗ്രിൽഡ് ചിക്കൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, ഇറ്റാലിയൻ, അങ്ങനെയുള്ള കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ടായിന്. കുറേ പേര് എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ അതെല്ലാം കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കുറച്ച് ലേറ്റ് ആയിട്ടേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. പിന്നെയും കുറേ കോക്കനട്ടിൻ്റെ കുറേ ഉണ്ടായിട്ട് ലസ്സി പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ലസ്സിയൊന്നും വാങ്ങിയിട്ടില്ല, കാരണം ലസ്സി എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളൊരു മസാല പൂരിയും കൂടി വാങ്ങിയിട്ടുണ്ടായിട്ട്. പിന്നെ ഇത്രയെല്ലാം ഇതായതുകൊണ്ട് പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഒരു പൊറോട്ടയും മുട്ട റോസ്റ്റും കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും.